അവള് എല്ലാം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സായാണ് PGക്ക് പോകണമെന്ന്, PGക്ക് വിട്ടു. PSCക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും റെലവൻ്റ് അല്ലാത്ത ടോപ്പിക്കും. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗോസിപ്സുകൾ. എൻ്റെ ചാനലിൽ ഞാൻ സംസാരിക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് കിട്ടുന്ന റീച്ചിനേക്കാൾ റീച്ചാണ് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കുറേ സോഷ്യൽ മീഡിയ ഗോസിപ്സിന് കിട്ടിയത്. അന്നേ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ഒരു മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഈ പരദൂഷണങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ടോപ്പിക്സുകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പല കേസുകൾ നമ്മൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ മധു എന്ന് പറയുന്ന ഒരു വ്യക്തി നേരിട്ട കുറേ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ സൗമ്യയുടെ കേസ് അല്ലെങ്കിൽ ജിഷയുടെ കേസ്, ഇങ്ങനത്തെ കുറേ കേസ് കാണുന്ന സമയത്ത് എൻ്റെ കുറേ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, അതുമായിട്ട് യോജിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പെർസ്പെക്റ്റീവിൽ തിങ്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു മോട്ടിവേഷൻ കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ ഇട്ടത്. എന്നാൽ ആ ഒരു ടോപ്പിക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ജനങ്ങൾ എടുക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ആദ്യമായിട്ടാണ് ഒരു കുമളി ബസ് കണ്ടക്ടറിൻ്റെ ഒരു ടോപ്പിക്ക് ഞാൻ സംസാരിച്ച സമയത്ത് ജനങ്ങൾ അത് കാണുകയും ഇഷ്ടപ്പെടുകയും ഈവൻ ആ വീഡിയോ കണ്ടിട്ട് വന്ന വ്യൂസിനേക്കാൾ ഉപരി എനിക്ക് ഒരുപാട് മെസ്സേജസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പറയുകയും ചെയ്തു, ചേച്ചി വീഡിയോ നന്നായി, ഞങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചതാണ്, പ്രതീക്ഷിച്ചതാണ് എന്നുള്ളത്. ആൻഡ് ഒരു പബ്ലിക്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് നമ്മളതായ രീതിയിലുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ കുമളിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി, നമ്മൾ പല വ്യക്തികൾക്കും പലതും ചെയ്യണം എന്ന ആഗ്രഹമുണ്ടാവും. പക്ഷേ നമ്മളൊക്കെ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ ഈ കിടക്കുന്ന വയനാട് മൂലയ്ക്ക് ആൾ കിടക്കുന്നത് കുമളിയിൽ, എനിക്ക് ഇവിടുന്ന് അവിടെ പോയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതിന് എൻ്റെതായ രീതിയിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ കൈൻഡ് ഓഫ് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ രീതിയിൽ ആളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരിക, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക, പൊതുജനങ്ങളിലോട്ട് ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം കൊടുക്കുക. ഇങ്ങനൊരു കാരണക്കാരിയായിട്ടുള്ള പെൺകുട്ടീനെ എത്രത്തോളം എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എക്സ്പോസ് ചെയ്യുക. അത് ഞാൻ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇന്നലെ തൊട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഉണ്ട്. നമ്മുടെ രഞ്ജീഷ് എന്ന് പറയുന്ന നമ്മുടെ ചേട്ടൻ്റെ ഓഡിയോ ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെങ്ങാനും അയച്ച കുറച്ച് ഓഡിയോസാണ്. അത് ഈ നിമിഷം കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എടുത്ത് വെക്കുകയും സംസാരിക്കുകയും റിയാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. മേ ബി ഞാനായിരിക്കും ഏറ്റവും അവസാനം ചെയ്യാൻ പോകുന്നത്. ആ ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ ഈ ഒരു സാധനം എൻ്റെ വീഡിയോ കാണുന്ന 4 ആളിലോട്ട് എത്തിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഓഡിയോ ഞാൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഓഡിയോസ് ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഓഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓഡിയോൻ്റെ മുകളിൽ ഞാൻ നമ്മളുടെ ചേച്ചീനെ അവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യും. കാരണം ഈ ഓഡിയോയിൽ നമ്മുടെ ചേട്ടൻ പറയുന്ന ഓരോ ഡയലോഗും, ഓരോ വാക്കും, ഓരോ സെൻറ്റൻസും കേൾക്കുന്ന സമയത്ത് ഇവളാണ് ഇതിന് കാരണം, ഇവളെ കുറിച്ചിട്ടാണ് ആ വ്യക്തി ഇത് പറയുന്നത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. പണ്ട് പല തെറ്റുകളും ചെയ്തിട്ടുള്ള പല വ്യക്തികൾ ഇന്ന് മാന്യന്മാരായിട്ട് സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. ചെറിയൊരു സാധനം സാവാദ് ഇറങ്ങി ആക്കി, മെൻ അസോസിയേഷൻ വന്നു, മാലയിട്ട് സ്വീകരിച്ചു, അവൻ അടുത്തേനെ തോണ്ടി അത് വീണ്ടും വാർത്തയായി. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഈ ഇങ്ങനത്തെ മാന്യത, ഷിംജിത ദീപക് എന്ന് പറയുന്ന വ്യക്തി ഇല്ലാണ്ടാവാൻ കാരണം ഷിംജിതയാണ്. ഇന്ന് ഷിംജിത ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു വീഡിയോ ഇട്ട് പല ആൾക്കാരും റിയാക്ട് ചെയ്ത് കണ്ടു. ഞാൻ റിയാക്ട് ചെയ്യാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ പോലും ആ വ്യക്തിയുടെ മുഖം എൻ്റെ പേജിൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അവർക്ക് എന്നേക്കാളും റീച്ച് ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അപ്പം പതിയണം, ജനങ്ങൾ അറിയണം, ജനങ്ങൾ മനസ്സുകൊണ്ട് കാണണം. ജനങ്ങൾ കാണുന്ന സമയത്ത് കല്ലെറിയാൻ പറ്റിയില്ലെങ്കിലും തിരിഞ്ഞു നിന്ന് തുപ്പാനെങ്കിലും തോന്നണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു റീൽസ് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് ഓഡിയോയിലോട്ട് പോകാം. സമയമാവട്ടെ, ഞാനിപ്പോൾ പോവാം. എത്രയെന്ന് വെച്ചാൽ നിന്നെ പോലെ കണ്ടിട്ടുണ്ട് ഇവിടെ. ഇവനാണെങ്കിൽ നല്ല ക്യാഷും ഉണ്ട്, എന്നെയും കൊച്ചിനെ പൊന്നോടെ നോക്കിക്കോളും. എന്തൊക്കെയാണ് നീ പറയുന്നത് കാണിക്കുന്നതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പൈസക്ക് കുറച്ച് കുറവുണ്ടെങ്കിലും സന്തോഷമില്ലായിരുന്നു അടി. സന്തോഷം മാത്രം പോരാ ജീവിക്കാൻ, എനിക്ക് പൈസ വേണം. നീ പൈക്കോ, പക്ഷെ എനിക്ക് എന്റെ കൊച്ചിനെ വേണം. നിന്റെ കൊച്ചോ? എന്റെ കൊച്ച്. അവൻ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, നീ നോക്കിയെടുത്തോളം മതി. അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടിട്ടുള്ള റീൽസാണ്. ഈ റീൽസിൻ്റെ മുകളിൽ തന്നെ ഒരു കമൻ്റ് ഉണ്ട്. കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ കണ്ടക്ടർ ചേട്ടനെ ഞങ്ങൾ ഓർത്തുപോയിന്ന്.
ഈ റീൽസ് കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ വന്നത് ആ കണ്ടക്ടർ ചേട്ടൻ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 50 സെക്കൻഡിൽ ആ വ്യക്തിയുടെ ഒരു ഫുൾ ജീവിതമാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ആ പെണ്ണും ആ ചെക്കനും ഉള്ളിൽ വെച്ച് കാണിച്ച സീൻ എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. ഇത് തന്നെയാണ് ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് നടക്കുന്നത്. സ്നേഹം, ഇഷ്ടം എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ വ്യക്തികളോടും തോന്നില്ല. അങ്ങനെ എല്ലാ വ്യക്തികളോടും തോന്നുന്ന ഒരു ഇമോഷനും അല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ. ഫ്രം ദ ഹാർട്ട് നമുക്ക് വളരെ ചുരുക്കം പേരോട് മാത്രമേ തോന്നൂ. ആ ചുരുക്കം പേരുടെ അടുത്ത് മാത്രമേ നമ്മളുടെ ആ ഇമോഷൻ അവിടെ എക്സിസ്റ്റും ചെയ്യൂ. എന്നാൽ ഇതിങ്ങനെ ഒന്ന് നിന്ന ആളുടെ അടുത്ത് മാറി ഒരു കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് അത് നമുക്ക് വേറൊരു വ്യക്തിയുടെ അടുത്ത് തോന്നുകയും അത് വേറെ വ്യക്തിൻ്റെ അടുത്ത് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അയാളുടെ സ്വഭാവത്തിലും അതിലും ഇതിലൊക്കെ പെരുമാറ്റം വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ ഒരു സാധനം തന്നെയാണ്. അല്ല, ഇപ്പം നമ്മുടെ പാർട്ട്ണറും തമ്മിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്, ഇത് നന്നായിട്ട് മുന്നോട്ട് പോകാത്തതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ലീഗലി സെപ്പറേറ്റഡ് ആവാൻ തോന്നും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് മാറി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ തോന്നും. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക. നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി ജോലിക്ക് പോയി അവിടെ കണ്ടവനെ പ്രണയിച്ച് അവൻ്റെ കൂടെ കുറച്ച് കാലം ജീവിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവന് കുറേ അവരുടേതായ രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും അയച്ചു കൊടുക്കുക, അത് ഇവനെ മാനസികമായിട്ട് തളർത്തുക, എന്നിട്ട് ഇവരെ കുട്ടീനെ എടുത്തുകൊണ്ട് പോവുക, അവിടെ നിൽക്കുക, ഇതാക്കുക. എന്തിനാ കുട്ടീനെ അവളെ കൊണ്ടുപോയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു ചോദ്യം. എന്തിനാണ് അവളെ കുട്ടീനെ കൊണ്ടുപോയത്? കാരണം അവൾക്ക് ആ കുട്ടീനോട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. കുട്ടിയോട് എത്രമാത്രം കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്? ഈ 8 കൊല്ലം അവൾ മാറി നിൽക്കില്ല, അല്ല ഈ 6 കൊല്ലം അവൾ മാറി നിൽക്കില്ല. ആൻഡ് കുട്ടീനെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുട്ടി ഏറ്റവും കൂടുതൽ ഇപ്പോൾ പല ദാമ്പത്യ ബന്ധങ്ങൾ, എൻ്റെ ഫ്രണ്ടിൽ വരുന്ന പല ദാമ്പത്യ ബന്ധങ്ങൾക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ ലീഗലി സെപ്പറേറ്റഡ് ആവാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എൻ്റെ കുട്ടിക്ക് അച്ഛൻ ഇല്ലാണ്ടാവും, എൻ്റെ കുട്ടിക്ക് അമ്മ ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ ഒരു ഇമോഷൻ പോലും കാണിക്കാണ്ട് അവൻ്റെ കൂടെ പോയി ഈ കുട്ടീനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇവക്ക് വേറെ എന്തോ എയിം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു അമ്മയുടെ, ഒരു സ്ത്രീയുടെ ക്വാളിറ്റി ഇല്ലാത്തവളാണ്. ഈ റീൽസ് കണ്ട സമയത്ത് ശരിക്കും വിഷമമായി പോയി. ഒരു റീക്രിയേഷൻ്റെ ഭാഗമായിട്ട് ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതല്ല, ഇതിനപ്പുറം ഇൻസൾട്ടായിരിക്കും ഈ നമ്മുടെ ആൾ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് ഓഡിയോയിലോട്ട് പോവാം. ഓരോരുത്തർക്കും ഓരോന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ് ശരി ഇന്നയാൾക്ക് ഇന്നതൊക്കെ അനുഭവിച്ചേ പറ്റുമെന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ അനുഭവിക്കുന്ന അത്രേ ഉള്ളൂ. ഓരോരുത്തരുടെയും തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച സാധനങ്ങൾ നമ്മൾ അനുഭവിക്കണം എന്നാണ് നമ്മളുടെ ഈ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ മനുഷ്യൻ ഈ ഒരു ഓഡിയോയിൽ തന്നെ ഈ പെണ്ണിനെ ഈ മനുഷ്യൻ കുറ്റം പറയുന്നില്ല. അവിടെ ഈ മനുഷ്യൻ പറഞ്ഞ എൻ്റെ തലവിധി, എൻ്റെ തലയിൽ എഴുതി വെച്ചത് ഞാനത് അനുഭവിച്ചേ പറ്റൂ. ഓഫ് കോഴ്സ് ഞാൻ ആ സാധനത്തിൽ ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷങ്ങളല്ല സങ്കടങ്ങളും ഉണ്ടാവും. നമ്മൾ കടന്നു പോകും. നമ്മൾ വിചാരിക്കാത്ത സമയത്ത്, വിചാരിക്കാത്ത നേരത്ത്, വിചാരിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും ഒക്കെ ഒരുപാട് തലത്തിൽ ബാധിക്കും. പക്ഷേ എന്ത് പ്രശ്നമാണെങ്കിലും ഇതും കടന്നു പോകും. പണ്ട് നമ്മൾ 2 കൊല്ലം ബാക്കൗട്ട് അല്ലെങ്കിൽ 3-4-5 മാസം ബാക്കൗട്ട് അല്ലെങ്കിൽ 10 കൊല്ലം ബാക്കിൽ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ ഇന്ന് ഞാൻ അനുഭവിക്കുന്നില്ല. പക്ഷെ നാളെ എനിക്ക് വേറെ പ്രശ്നം വരും. അന്ന് ഞാൻ അതുപോലെ അനുഭവിച്ച സമയത്ത് ഇതെങ്ങനെ സോൾവ് ആവും എന്ന് വിചാരിച്ച പല വിഷയങ്ങളും ഇന്ന് സോൾവ് ആയി പോയിട്ടുണ്ട്. അതുപോലെ പ്രശ്നങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗം, അത് സോൾവ് ആയി പോകും. ആ വ്യക്തി ഇൻസ്റ്റന്റ് ഇവിടെ അയക്കുന്നൊരു ഓഡിയോ എന്തായിരുന്നു, അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ, അവൾ എന്തവളാണ് എന്ന് ഈ മനുഷ്യൻ പറയുന്നില്ല. ഈ മനുഷ്യൻ പറഞ്ഞ എൻ്റെ തലയിൽ വിധിയാണ്. അപ്പോൾ ഈ വൃത്തിയായിട്ട് അവൾ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ അനുഭവിച്ച ഈ ഒരു ക്രൂരതേനെ വിധി എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഒഴിവാക്കിയത്. അപ്പോൾ ആ മനുഷ്യൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു മെയ് 3 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയാണ്. കുറേ കൺഫർമേഷനും കാര്യങ്ങളെല്ലാം കിട്ടി. ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തിക്ക് മറുപടിയൊന്നുമില്ല. പുള്ളിക്കാരത്തി എന്തൊക്കെയോ പറയുന്നുണ്ട്. വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. ഇപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിക്കുന്നില്ല, പറിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം വിളിക്കുമായിരുന്നു. നമ്മളിതൊക്കെ ഇവിടെ ഫസ്റ്റ് പോയി റിട്ടേൺ വന്നതിന് ശേഷമല്ലൊക്കെ നമ്മൾ അറിയുന്നേ. അപ്പോൾ എന്താ കാര്യം എന്നുള്ള കാര്യം നമ്മൾ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാനില്ല. പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്ത് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കത്തില്ല. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇവിടുന്ന് അവിടെ പോയ സമയം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിയായിട്ട് കോൾ ചെയ്യുന്നില്ല. കറക്റ്റ് പുള്ളി പറയുകയാണെങ്കിൽ മെയ് 3 തൊട്ട്.
അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ചേച്ചി ഓൾറെഡി വേറൊരു മരക്കൊമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേച്ചി ഇതിനായിട്ട് വേണ്ടി അങ്ങോട്ട് പോയതാണോ, അല്ല ഇവിടെ നിന്ന സമയത്ത് ആരെങ്കിലുമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട് ബന്ധപ്പെട്ട് ചാറ്റ് ചെയ്ത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞതിൻ്റെ ബേസിസിൽ ചേച്ചി ചാടിപ്പോയതാണോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അല്ലാണ്ട് ഒരാൾ ഇങ്ങനെ ഒന്നും അറിയാത്ത ഒരു രാജ്യത്ത് ചെന്ന് 2 ദിവസം കൊണ്ടൊക്കെ ഒരുത്തൻ്റെ കൂടെ സെറ്റാവുമോ എനിക്കറിയില്ല, കുറച്ച് ദിവസം കൊണ്ട് തന്നെ സെറ്റാവും, എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ ഫൈൻ, എന്തായാലും പുള്ളിക്കാരി സെറ്റായിട്ടുണ്ട്. ആൻഡ് ഈ ഓഡിയോൻ്റെ അവസാനത്തിൽ ഈ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാനിങ്ങനെ പിടിക്കുന്നു, അവളോട് ചോദിക്കുന്നു, അവൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞു. അവൾ എത്രയൊക്കെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ഈ മനുഷ്യൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്, എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം വൈഫ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു, അത് പിടിക്കുന്നു, ആ പിടിച്ച സമയത്ത് മാനസികമായ ഒരുപാട് വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിലും പുള്ളീൻ്റെ ഒരു സ്ട്രോങ് ആയിട്ട് ഇല്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാധനം പുള്ളിയോട് പറയുന്നുണ്ട്. അപ്പം ആ റിയാലിറ്റി കുറേ കാലങ്ങളായി അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇവളിങ്ങനെയാണ്, ഇവളുടെ സ്വഭാവം ഇതാണ്, ഞാൻ പലതും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഈ ഓഡിയോയിലോട്ട് കേൾക്കാൻ പറ്റും. പുള്ളി ആ റിയാലിറ്റി അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ചിട്ടും പുള്ളി ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കുട്ടീനെ അകറ്റിയതും അതിൻ്റെ നിയമവും കുട്ടീനെ അകറ്റിയതിന് ശേഷം ഇവളും അവനും കൂടി ഇവർക്ക് അയച്ചു കൊടുത്ത ചില ഓഡിയോസും വീഡിയോസും ചാറ്റ്സും കാര്യങ്ങളുമാണ്. എന്തൊക്കെയൊക്കെയോ ഫോർവേഡ് ചെയ്തു എന്നല്ല, അതെന്താണെന്ന് ശ്രദ്ധിക്കണം. അതിൽ നിന്നാണ് പുള്ളി ഡിപ്രഷൻ ആവുന്നതും വീട്ടിലിരിക്കുന്നതും ഇതിലോട്ട് പോകുന്നതും. അപ്പോൾ ഇവളുടെ അവീതം പിടിച്ച് അപ്പോൾ പോയി ആവുന്നതല്ല, അവീതം പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവള് നാട്ടിൽ വന്നിട്ടുണ്ട്, പിന്നെയും ഇവള് 6 കൊല്ലത്തിൻ്റെ ഇടയിൽ ചെന്ന പാടുള്ള അവീതമല്ലേ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് പിടിക്കുന്നുണ്ട്, അതാണല്ലോ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുപരി എന്തൊക്കെയോ ഒരു നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് കാര്യങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയോ പുള്ളീനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഓഡിയോ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ അതൊക്കെ ഒരു 6 വർഷം നിന്നതിൻ്റെ അകത്തൊരു നമുക്കൊരു എന്തെങ്കിലും തരത്തിലൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ശരിയാണ്, ഫുഡിനാണെപ്പോഴും ശരി. ഞാൻ ഈ കല്യാണം കഴിഞ്ഞ 6 സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഇവർക്ക് വേണ്ടി, എൻ്റെ കൊച്ചിന് വേണ്ടി, ഇവയ്ക്കും വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവള് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകണം, ഞാനൊന്നും പറയുന്നതിനെ കൊണ്ട് പറയിപ്പിക്കരുത്. അവനുണ്ടായി കഴിഞ്ഞ ശേഷം എനിക്കിട്ട് ചെയ്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ആൻഡ് ഇവിടെ ഈ പുള്ളിക്കാരൻ എങ്ങനെയാണ്, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി ഒരു വസ്ത്രം പോലും വാങ്ങിയിട്ടില്ല, ഞാൻ വാങ്ങിയതെല്ലാം എൻ്റെ കുട്ടിക്കും അവൾക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇവരെ സ്നേഹിക്കുന്ന, ഇവരെ കെയർ ചെയ്ത് പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുള്ള നല്ലൊരു ഹസ്ബൻഡാണ് ആര് എന്ന് പറയുന്നത് നമ്മളുടെ ഈ കണ്ടക്ടർ ചേട്ടൻ എന്ന് പറയുന്നത്, നമ്മുടെ രഞ്ജീഷ് ചേട്ടൻ എന്ന് പറയുന്നത്. എന്നാൽ രഞ്ജീഷ് ചേട്ടൻ, സോറി എനിക്ക് ആ പേര് ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്. എന്നാൽ പുള്ളി ഇതിൽ പറയുന്നുണ്ട്, കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ലേഡീൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഇതെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഈ ലേഡി കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും അവീതങ്ങൾ വെച്ചിട്ടുണ്ടാവും, അത് ഈ മനുഷ്യൻ പൊക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് എന്തിനാണ് ഈ ഓഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം പറയേണ്ട ആവശ്യം? കുട്ടി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, കാരണം 2 കൊല്ലം കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ് 8 കൊല്ലം, 2ാം കൊല്ലം കുട്ടി 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇവർ ഗൾഫ് പോകുന്നത്. പോയിട്ട് ഇവർ 6 കൊല്ലം ആയിട്ടേ ഉള്ളൂ. ഈ 2 കൊല്ലം ഇവിടെ നിന്നിട്ടുണ്ട്. ബേബി 1 കൊല്ലമാണെങ്കിലും അത് കഴിഞ്ഞ് എന്തോ ഒരു സാധനം ഇവരുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ലേ? എന്തിനാ അവളെയൊക്കെ വിട്ടത്? ഇതാണ് ഇവളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിടേണ്ട ആവശ്യം ഉണ്ടായിനോ? കാരണം കൂടെ നിൽക്കുന്ന സമയത്ത് ഇവളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഐ എം നോട്ട് ഷുവർ, ഉണ്ടെങ്കിൽ അവിടെ പോയാൽ ഇവൾ പോകുന്നുള്ളത് കൺഫേം അല്ലേ? ദാറ്റ് ഈസ് ഹെർ ഇൻ ബ്ലഡിലുള്ളതാണ്. എല്ലാവർക്കും ഇപ്പോൾ പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്കാർ ശമ്പളമുണ്ട്, സാലറി ഉണ്ട്, 50,000 ശമ്പളമുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഒന്നുണ്ട്. അതിനൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ബിന്ദുവമ്മ ആയിക്കോട്ടെ, എനിക്ക് അതിൻ്റെ അകത്ത് ഒരു വിഷയമുള്ള കേസല്ല. അവർ ചെയ്യട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊച്ചിന് വേണ്ടെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ, അത് ചെയ്യാം, സമയം വരട്ടെ. അല്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ടെന്ന് ഇട്ടിട്ട് പോട്ടെ, എനിക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമുള്ള കേസല്ല. പിന്നെ ഞാൻ ആ വലിയച്ഛനെയും ആ ബിന്ദുമേനെ ഓർത്തിട്ട് മാത്രം ആ കൊച്ചിനെ അങ്ങോട്ട് വല്ലപ്പോഴും ഞാൻ വിടുന്നത്. അതുപോലെ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എനിക്ക് അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിടുന്ന വല്ലപ്പോഴാണെങ്കിൽ പോലും. ഇവിടെ ഞാൻ ആദ്യം ഈ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞു, ഈ ഡാഷാത്തവൻ ഡാഷുമ്പോൾ ഡാഷും കൊണ്ട് ആറാട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ പെർട്ടിക്കുലർ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. കാരണം മോള് പെട്ടെന്ന് ഗൾഫിൽ പോകുന്നു, ജോലി ചെയ്യുന്നു. എത്രയൊക്കെ ആണെങ്കിലും നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും ഗൾഫിലൊരു ജോലി ചെയ്യുന്ന വ്യക്തിയും തമ്മിലൊരു വ്യത്യാസമുണ്ട് സാലറീൻ്റെ ബേസിസിൽ.
എന്തായാലും ഈ പെണ്ണ് എന്താ പഠിച്ചതെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു പൈസ ഒക്കെ ഉണ്ടാവും. ഇവൾ അത്യാവശ്യം നല്ലൊരു പൈസ ചിലപ്പോൾ എന്ത് ചെയ്യും, വീട്ടിലോട്ട് അയച്ചു കൊടുക്കുന്നുണ്ടാവും. കാരണം ഇവളുടെ എല്ലാ തോന്നിവാസത്തിനും വീട്ടുകാർ സമ്മതിക്കണമെങ്കിൽ, അല്ലെ 6-7 വർഷം ഇവൾ അവിടെ നിർത്തിയിട്ട് ഇവളെ എല്ലാ കളികൾക്കും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അത് പൈസ കൊടുത്ത് വീഴ്ത്താമല്ലോ. കാരണം അങ്ങനത്തെ ക്വാളിറ്റി ക്യാരക്ടറുള്ള അമ്മമാർ മാത്രമാണ്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്മ ഈ മരുമോൻ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് കിടക്കുന്ന സമയത്ത് അത് ഇവൾ കാരണമാണെന്നുള്ള ഓഡിയോ സ്പ്രെഡ് ആകുമ്പോൾ ആ മോളെ നീ അവിടെ നിന്നോന്ന് പറയോ, എന്താടി നീ കാണിച്ചത്, ഇങ്ങോട്ട് വാന്നായിരുന്നു നല്ലൊരമ്മ പറയുക. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കാം. അപ്പം ഇവർക്ക് നല്ല പൈസ കിട്ടി, വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഒരു ബസ്സിലെ കണ്ടക്ടറാണ് പുള്ളി. അത്ര അധ്വാനിച്ചാലും എത്ര പൈസ കിട്ടുമെന്ന് അറിയാം. അപ്പോൾ അവിടെ ഉള്ള ജോലിക്കാരൻ തന്നെയാണെങ്കിൽ അവനും ഇപ്പോൾ ഒരു 50,000 ഉണ്ട്, ഇവക്കും ഇപ്പോൾ ഒരു 50,000 ഉണ്ട്, 1,00,000 രൂപയുണ്ട്. ചിലവിന് ഒരു 50,000 മാറ്റി വെച്ചാലും ബാക്കി 50,000 ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പൈസയിലങ്ങ് വീണു എന്നേ പറയാം. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഉണ്ടല്ലോ, ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, പൈസ നോക്കി പോയി കല്യാണം കഴിക്കാൻ നിൽക്കണ്ട, ക്യാരക്ടർ നോക്കിയിട്ട് പോയി കല്യാണം കഴിച്ചാൽ മതി. പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം. നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ സ്വഭാവം കൊള്ളില്ല. ഇപ്പോൾ ഒരുപാട് സ്ത്രീധനം, അത് ഇത് തേങ്ങ ആത്മഹത്യ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമല്ല. പണക്കാരനെ കെട്ടി 100 പവൻ വാങ്ങിയിട്ടുള്ളവൻ്റെ ഒക്കെ വീട്ടിൽ നടക്കുന്ന സംഭവം. അപ്പോൾ പൈസ കണ്ട അതിലങ്ങ് മഞ്ഞലിച്ചങ്ങ് വീണതാണ്. പിന്നെ ഇതിൽ തന്നെ പുള്ളി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ കൊച്ചിനെ അവരെ കാണിക്കാണ്ട് നിൽക്കാൻ അറിയാം, പക്ഷെ ഞാനത് കാണിക്കില്ല, ഞാൻ അവരെ ഓർത്തിട്ടാണെന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുള്ളി പറയണമെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഈ പെണ്ണ് ഇതവള് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും വീട്ടുകാർക്ക് നല്ലൊരു ബോധ്യമുണ്ട്. എന്നിട്ടും ഞാൻ കൊണ്ടുപോയി കാണിക്കുക എന്നാണ് പറയുന്നത്. പക്ഷെ അവള് എല്ലാം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സായാണ് PGക്ക് പോകണമെന്ന്, PGക്ക് വിട്ടു. PSCക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് എഴുതുന്ന പക്ഷെ വീട്ടിൽ നമുക്കിട്ട് ഇതുപോലത്തെ പണി തരുന്നുള്ള കാര്യം നമുക്കറിയത്തില്ലല്ലോ. ഡിഗ്രിക്ക് വിട്ടു, PGക്ക് വിട്ടു, PSCക്ക് വിട്ടു. ഡിഗ്രിയിലും എന്തായാലും 2 ലൈൻ ഉണ്ടായിട്ടുണ്ടാവും, PGയിലും 1 ഉണ്ടായിട്ടുണ്ടാവും, PSCയിലും 1 ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞ് 1 ഉണ്ടായിട്ടുണ്ടാവും, അത് കഴിഞ്ഞപ്പോൾ ഗൾഫിലെത്തിയിട്ട് 1 ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ സീരിയസ്ലി ഞാൻ ഈ വീഡിയോ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് തോന്നാം എന്തുകൊണ്ടാണ് ചേച്ചി ഇത്ര ഓവർ റിയാക്ട് ചെയ്യുന്നത്, അല്ലെ വൈ എന്നുള്ളത്. കാരണം സംസാരിക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം നമുക്ക് തീരെ പറ്റാത്ത, നമുക്ക് തീരെ ഒക്കാത്ത, നമുക്ക് മാനസികമായി ഓക്കെ അല്ലാത്തൊരു വ്യക്തിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ സർവൈവ് ചെയ്യണം എന്നൊന്നും ഒരിക്കലും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നില്ല, പറയാൻ ഞാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ലവിൻ്റെ പേരിൽ ഒരു വ്യക്തിനെ ചീറ്റ് ചെയ്യുക, ലവിൻ്റെ പേരിൽ ഒരാളെ ഹേർട്ട് ചെയ്യുക, ലവിൻ്റെ പേരിൽ ഒരാളെ ഒന്നുമല്ലാണ്ടാക്കി കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു സാധനത്തിനോട് എനിക്ക് ഒട്ടും 1% പോലും എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഈ ഒരു ഓഡിയോസ് എനിക്കറിയാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ കൂടെ ആരെങ്കിലും ഈ ടോപ്പിക് ആണെന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പെൺകുട്ടിയുടെ ഒരു സ്ഥിരം സ്വഭാവമായിരുന്നു. ഒരുപാട് തവണ ഇവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഓഡിയോ കൂടെ മനസ്സിലാവേണ്ടത്. ഈ പർട്ടിക്കുലർ വ്യക്തി ഈ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അവളെ പഠിപ്പിച്ചു, ആക്കി, ജോലിയാക്കി, അവിടെ പോയി കണ്ടുപിടിച്ചു, എന്നിട്ട് ചോദിച്ച സമയത്ത് അവളത് അംഗീകരിക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനൊരു വിഷയം ഈ മനുഷ്യന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കോടതി നിയമം വ്യവസ്ഥ ഈ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യനെ നമ്മൾ ശാരീരികമായി വേദനിപ്പിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ ഇപ്പോൾ ഒരാൾ അടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നുള്ളുകയാണെങ്കിൽ, പിച്ചുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ അതിലും വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കത്തിയിട്ട് വരികയാണെങ്കിൽ ആ മുറിവ് ഉണങ്ങുന്ന വരെയാണ് എനിക്കൊരു പെയിൻ ഉണ്ടാവുക. ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു റിലീഫാണ്. പക്ഷേ ആ മുറിവിട്ടതോടുകൂടി എൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആഘാതമുണ്ട്. അതിന് മുറിവുണങ്ങി പാടുപോയി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് അത് പോവില്ല. കാരണം മാനസികമായ ഒരു സ്ട്രെസ് ഉണ്ടാക്കിയാൽ, ചിലപ്പോൾ ഫിസിക്കലി ഒരു രോഗം വന്ന്, ഇപ്പോൾ പല അസുഖങ്ങളും വന്നിട്ടുള്ള ആൾക്കാരൊക്കെ സർവൈവ് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ ലോകത്ത് പല വ്യക്തികളും സർവൈവ് ചെയ്യുന്നുണ്ട്. മാനസികമായ ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജീവിക്കാൻ പോലും പല വ്യക്തികൾക്കും തോന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റാത്ത പാർട്ട്ണറാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത പാർട്ട്ണറാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഗെറ്റ് സെപ്പറേറ്റഡ്, മൂവ് ഓൺ ആൻഡ് ഫൈൻഡ് വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യു. അല്ലാണ്ട് കൂടെ വെച്ചുകൊണ്ട് ചതിക്കുക എന്ന് പറയുന്നത് ഇസ് നോട്ട് എ റൈറ്റ് തിങ്. അപ്പം അത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമിയ അൺഫിൽറ്റേർഡ്. ബൈ ഗൈസ്.